സീതയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്ന ബാലനെ പൂക്കോടി പുറത്താക്കുന്നു. വയലോരം വീട്ടിലെത്തുന്ന മനസ്സിജനുമായി ബാലൻ വഴക്കുണ്ടാക്കുന്നു. എല്ലാം സഹിച്ച് കുറുപ്പിനോട് സങ്കടം പറയുന്ന ശാരദ മനസ്സിജനെ തിരികെ വയലോരം വീട്ടിലേക്ക് കയറ്റില്ലെന്ന് ബാലൻ. മനസ്സിജനെയും കുട്ടിമണിയെയും സീത കൂട്ടിക്കൊണ്ടുപോകുന്നു. ബാലനെയും ശാരദയും തെറ്റിദ്ധരിപ്പിക്കാൻ മതികലയുടെ ശ്രമം. കുട്ടിമണിയല്ലേ ഇപ്പൊ അവരുടെ ഇടയിലെ കരട്. മതികലയും രവിയും സീതയുടെ വീട്ടിലെത്തുന്നു. ഇന്ദുവിന് കുട്ടിമണിയോട് വൈരാഗ്യമെന്ന് മതികല ശാരദയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ജലജയ്ക്ക് പ്രതികാരം ചെയ്യാനുള്ള വഴി മതികല ഒരുക്കുന്നു. ബാലൻ ഇന്ദുവിന്റേത് മാത്രമായിരിക്കണമെന്ന ആഗ്രഹവുമായി എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അവരുടേത് മാത്രമായിരിക്കണമെന്നോ? മനസ്സിനെ തിരികെ വയലോരം വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിൽ ഉറച്ച് ബാലൻ. കുട്ടിമണിയെ കാണാനുള്ള ആഗ്രഹവുമായി ശാരദ സീതയുടെ വീട്ടിലെത്തുന്നു. ശാരദ സീതയുടെ വീട്ടിലേക്ക് പോയത് സീതയെ കാണാനെന്ന വാദവുമായി മതികല. ശാരദയെ അന്വേഷിച്ച് ബാലനെത്തുന്നു. വയലോരം വീട്ടിൽ കഞ്ഞിയില്ലാഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്ന് കഞ്ഞി കുടിക്കാൻ നിൽക്കുന്നത് അല്ലേ? ഈ അവസരത്തിൽ അമ്മയോടൊപ്പം നിൽക്കണമെന്ന് മതികല രവി ഉപദേശിക്കുന്നു. തലച്ചോറ് ഉപയോഗിക്കും. നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് വിശദമായി. ഇവിടെ വച്ചല്ല, പറഞ്ഞാ മതി എവിടെ വരണമെന്ന്. നകുലൻ വയലോരം വീട്ടിലെത്തി മനസ്സിജനെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് തോന്നിപ്പോകത്തില്ലേ? നകുലൻ ബാലനെ വഴിയിൽ തടയുന്നു. ഓട്ടത്തിന് നകുലനെ കൂടെ നിർത്താൻ മതികലയുടെ ശ്രമം. ഇടിമിന്നലേറ്റ പച്ച മരം പോലെ വയലോരം വീട് നിന്ന് കത്തും. അതിനിടയിൽ നിന്ന് തീ കൊണ്ടുപോവാതെ വെന്ത് വെണ്ണീറാവാതെ 2 പേരെ എനിക്ക് വേണം. വിചാരണ ചെയ്യാനും വിധി നടപ്പാക്കാനും. എന്തായാലും ഇന്നത്തെ രാത്രി ഒന്ന് കഴിയട്ടെ. നിർണായകമാ ഇന്നത്തെ രാത്രി. നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ യുദ്ധത്തിൽ തന്ത്രങ്ങളുടെ പുതിയ കളി തുടങ്ങിയെന്ന്. അമ്മ കണ്ടോ? നാളെ നേരം വെളുക്കുമ്പോ ചിലരുടെയൊക്കെ നെഞ്ച് ചൂട്ടുപോലെ എരിയും. കണ്ണിൽ നിന്ന് ഉപ്പുനീരിന് പകരം ചോര വരും. എന്തായി കൃഷ്ണഗിരി പ്രോജക്റ്റിന്റെ കാര്യം? എന്റെ അച്ഛനെന്ന് പറയുന്ന മഹാൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാടി, അങ്ങേര് കൃത്യമായി എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അമ്മയ്ക്ക് വല്ല ഊഹം? ഒരു പിടിയും കിട്ടുന്നില്ല. പാതിരാത്രിയിലൊക്കെ ഫോണിൽ അടക്കം പിടിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. അപ്പൊ എന്തോ രഹസ്യമുണ്ട്, അതുറപ്പാ. അത് മാത്രമല്ല, ആരും അറിയാതെ എങ്ങോട്ടോ ചില യാത്രകളും ഉണ്ട് ഇപ്പോ. ഒന്നും കമ്പനിയിൽ അറിയില്ല, അറിയിക്കേയില്ല. കഴിഞ്ഞ ദിവസം മാനേജർ വേണുഗോപാൽ ഇവിടെ വന്നിരുന്നു. അന്നേരമാ ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞത്. അറിയാതെ അവന്റെ വായിൽ നിന്ന് വീണു പോയതാ. അക്കൗണ്ടിലെ ക്യാഷും വേറെ ഏതോ വഴിക്ക് ഒഴുകുന്നുണ്ട്. ശരി, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. കൃഷ്ണഗിരിയിലെ പ്രോജക്റ്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അതിന് വിളക്ക് കൊളുത്തുമ്പോ പിന്നെയും പുറത്തു വന്നേക്കാം ചില രഹസ്യങ്ങൾ. രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ തീരുമാനിക്കും അവിടെ കൊളുത്തിയ നിലവിളക്കെടുത്ത് അങ്ങേരുടെ തലക്കിൽ വെക്കണമെന്ന്. ഓറഞ്ച് മാത്രം മതിയോ സാറേ? ആപ്പിളൊന്നും വേണ്ടേ? ആപ്പിള് വേണം, പക്ഷെ ഇന്ന് വേണ്ട, നാളെ മതി. ശരി, നാളെ എങ്കിൽ നാളെ. ശരി. ആ, ഞാൻ വന്നോണ്ടിരിക്കുക രവിയേട്ടാ. എന്ത്? എത്ര ലക്ഷത്തിന്റെ? 3 ലക്ഷം വേണോന്നോ? ഡെപ്പോസിറ്റ് സ്കീമോ? എന്താ എന്താ പറഞ്ഞേ? കേട്ടില്ല. ഹലോ ഹലോ, റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു രവിയേട്ടാ. ഞാനേ ഒന്ന് പാർലറിൽ കയറും. ഉഫ്, ഐസ്ക്രീം പാർലറിലല്ല മനുഷ്യ, ബ്യൂട്ടി പാർലറിൽ, ഗോൾഡ് ഫേഷ്യലിന്. നിങ്ങൾ വെച്ചോ. ശരി. എപ്പോ നോക്കിയാലും കാശ് കാശ് എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഓർത്തിപ്പണ്ടാരം. നിർത്ത്. എന്തൊക്കെ ഉണ്ടടാ മനസ്സിജ വിശേഷം? ഓ, അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു മതി. അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാ മതിയോടാ. ഇടയ്ക്കൊക്കെ ഒന്ന് ചാവണ്ടേ?
എന്നെ കൊല്ലാൻ ആർക്ക് വേണേലും ശ്രമിക്കാം, പക്ഷേ ചാവണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കും. കൊള്ളാം. എത്ര ആഞ്ഞു വെട്ടിയാലും ഒരു ചെറിയ പോറല് പോലും പറ്റാത്ത ആത്മവിശ്വാസം. അതാണ് മനസ്സിജൻ. ആൻ അയൺ മാൻ വിത്ത് ബുള്ളറ്റ് പ്രൂഫ്. ഓ, നീ അങ്ങനങ്ങ് പോവാതടാ. ചോദിക്കട്ടെ, എന്താ? പിന്നെ നിന്റെ പൊട്ടിക്ക് എന്തൊക്കെയുണ്ടടാ വിശേഷം? അവളെ ഒന്ന് വന്ന് കാണണോന്ന് ഓർക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പക്ഷെ അവക്ക് വേണ്ടി തന്നെ കെണിവെക്കുന്ന തിരക്കിലായതുകൊണ്ട് സാധിച്ചില്ല. മതി മതി, എത്ര കെണി വെച്ചാലും അവൾ അതിൽ വീഴില്ല. ചുമ്മാ വെല്ലു വിളിക്കല്ലേ മനസ്സിജ. നിങ്ങൾ രണ്ടും ഇപ്പോ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഈ മതികലയുടെ ഔദാര്യമാണ്. അത് മതിയുടെ തോന്നൽ മാത്രമാ മതി. ജീവൻ തരുന്നത് ദൈവം, ജീവിപ്പിക്കുന്നത് ദൈവം, ജീവൻ എടുക്കുന്നതും ദൈവം. കറക്റ്റ്. ബട്ട് നിനക്ക് ജന്മം തരാൻ ദൈവം ഈ ഭൂമിയിൽ ഒരു സ്ത്രീയെ ചുമതലപ്പെടുത്തിയിരുന്നില്ലേ? അതുപോലെ നിന്റെ ജീവൻ എടുക്കാൻ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാടാ. എങ്കിൽ പിന്നെ മതി എത്രയും പെട്ടെന്ന് ആ ചുമതല ഭംഗിയായിട്ടൊക്കെ നിറവേറ്റ്. നീ കളിയാക്കുവാണോ അതോ വെല്ലുവിളിക്കാണോ ഈ മതികളെ? എടാ, നിന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകം വരെ ഈ മതികളെ എഴുതി കഴിഞ്ഞു. ആ പിന്നെ നിന്റെ പൊട്ടിയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ ഇതെന്താ നിന്റെ കയ്യില്? ഓ, ഓറഞ്ച്. അവളുടെ ഗർഭശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും അല്ലയോ? കൊള്ളാലോ. പിന്നെ പറയടാ, കുട്ടിമണിക്ക് ക്ഷീണമുണ്ടോ? ഭക്ഷണത്തോടുള്ള വിരക്തി, ഛർദി, ഓക്കാനം എക്സെട്ര എക്സെട്ര അങ്ങനെ എന്തെങ്കിലും? പിന്നെ കാലില് നീരോ തരിപ്പോ അങ്ങനെ വല്ലതും? മതി, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ മുടിയും താടിയുള്ള ഒരുത്തനെ ഭർത്താവ് ഉദ്യോഗസ്ഥനായി കൂടെ കൊണ്ട് നടക്കുന്നില്ലേ? ഒന്ന് ഗർഭിണിയായി നോക്ക്, അപ്പോ അറിയാം ആദ്യ ഗർഭത്തിന്റെ ആലസ്യത്തെക്കുറിച്ച്. കളിയാക്കുന്നുടോ? നിന്റെ പൊട്ടി ഇപ്പൊ അങ്ങനെ ഓറഞ്ച് തിന്നണ്ട. ഒരിക്കൽ ഞാൻ കുട്ടിമണിക്ക് വാങ്ങിച്ചോണ്ട് വന്ന ഓറഞ്ച് മതി തറയിലിട്ട് ചവിട്ടി അരച്ചതാ. അന്ന് ഞാൻ പോട്ടേന്ന് വെച്ചത് അത് മതികലയുടെ കാശ് കൊണ്ട് വാങ്ങിച്ചതായിരുന്നു. ഞാനിത് കുട്ടിമണിക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിൽ കുട്ടിമണി ഇത് കഴിക്കുക തന്നെ ചെയ്യും. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ മതി. ഇനിയെങ്ങാനും ഇതിൽ തൊടാനായിട്ട് വന്ന ഞാൻ കൈവിശ ഒരു ഒറ്റ അടി തന്നാലുണ്ടല്ലോ, 1500 ക്രീമും പുരട്ടി നീ ആഴ്ചയിൽ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മിനിക്കെടുക്കുന്ന നിന്റെ വെണ്ണക്കട്ടി മോന്തയുണ്ടല്ലോ, ആന ചവിട്ടിയ ഓറഞ്ച് പോലെയാവും. കേട്ടോടി? നീ ഇതിന് അനുഭവിക്കൂടാ. ഇന്ന് തന്നെ നിനക്ക് ഇതിനുള്ള മറുപടി കിട്ടും. ഓ ആയിക്കോട്ടെ, ആ മറുപടിക്കുള്ള മറുപടിയുമായി ഞാൻ മതികലയെ വന്ന് കണ്ടോളാം. അപ്പൊ ഇത് കഴിച്ചോ. അല്ല മനുഷ്യ, ഞാനേ ഓർക്കുവായിരുന്നേ, എന്നതാ? ദൈവത്തെ കുറിച്ചാണ്. കൊള്ളാം. ദൈവത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. എന്നാലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയും നല്ല ചിന്തകളൊക്കെ ഉണ്ടാവൂ. ഓ, ഞാൻ അതൊന്നും അല്ല ഓർത്തത്. പിന്നെ ഈ ദൈവേ എന്നാ ഒരു മണ്ടനാണേ. ഈശ്വര, കളിച്ചു കളിച്ച് ദൈവത്തോടായോ കളി? അല്ല മനുഷ്യൻ നോക്കിയേ, രണ്ട് ഈ ഓറഞ്ച് ഈ ഓറഞ്ച് ഉണ്ടാവുന്ന ഓറഞ്ച് മരത്തിലാന്നല്ലേ മനുഷ്യൻ പറഞ്ഞേ? അതെ. പേരച്ച മരത്തില്, നാരങ്ങ മരത്തില്, നെല്ലിച്ച മരത്തില്, തേങ്ങ മരത്തിലല്ലേ ഉണ്ടാവുന്നേ? തേങ്ങാമരമല്ല, തെങ്ങ്. തേങ്ങാമരം അല്ല, തെങ്ങ്. തേങ്ങാമരം അല്ല, തെങ്ങ്. വേണോടാ നിന്റെ കണ്ണു മമരയ്ക്ക് ഒരു കുത്ത്? അയ്യോ വേണ്ട, തേങ്ങാമരം തന്നെ. അപ്പൊ ഞാൻ എന്നടാ പറഞ്ഞു വന്നേന്ന് വെച്ചാല്, ഈ വലിയ മരത്തിലൊക്കെ ഉണ്ടാവുന്നത് കുഞ്ഞു പഴമല്ലേ? വലിയ പേരച്ച മരത്തില് കുഞ്ഞു പേരച്ച, വലിയ നാരങ്ങ മരത്തില് കുഞ്ഞു നാരങ്ങ, വലിയ തേങ്ങ മരത്തില് കുഞ്ഞു തേങ്ങ, വലിയ നെല്ലിച്ച മരത്തില് കുഞ്ഞു നെല്ലിച്ച. പക്ഷെങ്കി നിലത്തൂടെ കിടക്കുന്ന മത്തങ്ങ വള്ളി കണ്ടിട്ടുണ്ടോ? മത്തങ്ങ. അയ്യോ, എന്റെ ഒരു മന്നനായി ദൈവം. കൊള്ളാം എന്റെ കുട്ടു. ദൈവം ഓരോന്ന് ചെയ്തതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. എന്നാ കാരണ? ചുമ്മാ തോന്നിയ പോലെ ഓരോന്നങ്ങ് ചെയ്തു വെച്ചു. ആര് ചോദിക്കാനാ? ഇപ്പൊ
ഞാൻ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അല്ല പിന്നെ എന്റെ കുട്ടു അങ്ങനല്ല. മനസ്സിനൊരു കഥ പറയട്ടെ. പറ പറ. ആ, കുട്ടിമണിയുടെ ഇതേ സംശയം പണ്ട് ഒരു മുയലച്ചനും ഉണ്ടായിരുന്നു. മുയലച്ചൻ ഒരു നെല്ലിമരത്തിന്റെ ചോട്ടി കിടക്കുമായിരുന്നു. അങ്ങനെ കിടന്ന് മുയലച്ചൻ നോക്കിയപ്പോ തറയെ കിടക്കുന്ന വള്ളിയിൽ വലിയ മത്തങ്ങയും നെല്ലിമരത്തിൽ കുഞ്ഞു നെല്ലിക്കയും. ഉടൻ മുയലച്ചൻ ഇതുപോലെ പറഞ്ഞു, ദൈവം എന്നാ മണ്ടനാന്ന്. അതന്നെ. നെല്ലിമരത്തിൽ മത്തങ്ങായുടെ വലിപ്പമുള്ള നെല്ലിക്കയല്ലേ ഉണ്ടാവേണ്ടിയിരുന്നത്. അങ്ങനല്ലേ? തറയിൽ മത്തം വള്ളിയിൽ കുഞ്ഞു നെല്ലിക്കയുടെ അത്രയുള്ള കുഞ്ഞു മത്തങ്ങയല്ലേ ഉണ്ടാവേണ്ടിയിരുന്നത്. ഇത് പറഞ്ഞ ഉടൻ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? എന്നാ സംഭവിച്ചു? ഒരു നെല്ലിക്ക വന്ന് മുയലച്ചന്റെ തലയിൽ വീണു. നെല്ലിക്ക കുഞ്ഞായതുകൊണ്ട് മുയലച്ചൻ രക്ഷപ്പെട്ടു. മത്തങ്ങയുടെ വലിപ്പമുള്ള നെല്ലിക്ക ആയിരുന്നെങ്കിലോ? ഇപ്പൊ മനസ്സിലായോ ദൈവം ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന്? ആ മുയലച്ചന്റെ പേരെന്താന്നറിയാമോ? മോട്ടു. അത് മോട്ടു, ഇത് കുട്ടു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അയ്യോ അയ്യോ ഇല്ല. അതെ, ഈ നാട്ടിന്ന് ഒരു 4 ഓറഞ്ച് അങ്ങ് മാറ്റി അങ്ങ് വെച്ചേരെ. അതെന്തിനാ? പിന്നെ തിന്നാനാണോ? അല്ലല്ല, ഇതേ കുട്ടാപ്പൂന് കൊടുക്കാനാ. കുട്ടാപ്പോ? അതാരാ? പുതിയൊരാള്? അതോ, അതേ വല്യച്ചിയുടെ വയറ്റിലുള്ള വാവ കുഞ്ഞില്ലേ, കുഞ്ഞാവ കുഞ്ഞ്, അതിന്റെ പേരാ കുട്ടാപ്പു. അതേ മോമ്പാവയാ. എന്റെ കുഞ്ഞുമണിയുടെ ചേട്ടനാണെന്നാ വല്യച്ചി പറഞ്ഞേ. ഞാനേ അവനുള്ള ഓറഞ്ച് കൊടുത്തിട്ട് വരാവേ. ഇതോട് കൊണ്ട് കൊടുത്തു. ആഹാ, ഓറഞ്ചൊക്കെ കിട്ടിയല്ലോ. മനുഷ്യനെ ഓറഞ്ചും കൊണ്ടിട്ടുണ്ട് നല്ല സുന്ദരനൊരു കഥയും പറഞ്ഞു. എന്നിട്ട് കുട്ടിമണി എന്താ ഓറഞ്ച് തിന്നാഞ്ഞേ? ഞാൻ തിന്നല്ലോ. ഇതുണ്ടല്ലോ, ഇത് കുട്ടാപ്പൂനല്ലതാ. കുട്ടാപ്പൂനോ? വല്യച്ചിയുടെ വയറ്റിലുള്ള ഈ കുട്ടാപ്പൂല്ലേ, നമ്മുടെ കുട്ടാപ്പൂ. എന്റെ കുഞ്ഞുമണിയുടെ വല്യേട്ടൻ. ഓ, ആ കുട്ടാപ്പൂനോ? കുട്ടിമണിക്ക് ഇഷ്ടാണോ കുട്ടാപ്പൂനെ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്റെ കുഞ്ഞുമണിയെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമാ. കുഞ്ഞുമണിക്ക് ഇഷ്ടാണോ കുട്ടാപ്പൂനെ? പിന്നെ കുഞ്ഞുമണിച്ചേ ഭയങ്കര ഇഷ്ടാ അവളുടെ വല്യേട്ടനെ. ആണോ? ആന്നേ. കുഞ്ഞുമണി പറഞ്ഞോ കുട്ടാപ്പൂനെ ഇഷ്ടമാണെന്ന്? പറഞ്ഞല്ലോ. കുഞ്ഞുമണിച്ചേ കുട്ടാപ്പൂനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. കുഞ്ഞുമണിയാ പറഞ്ഞേ കുട്ടാപ്പൂനെ പെട്ടെന്ന് ഓഞ്ചുകൊണ്ട് കൊടുക്കാൻ. കുഞ്ഞുമണി കൊള്ളാലോ. പിന്നെന്തൊക്കെ പറഞ്ഞു കുഞ്ഞുമണി? കുട്ടാപ്പും കുഞ്ഞുമണിയും കൂടി ഒന്നിച്ചാ സ്കൂളിൽ പോനേന്ന് പറഞ്ഞു. പിന്നെ അവരെ ഒന്നിച്ചാ കളിച്ചിനേന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞുമണി കുട്ടാപ്പൂന്റെ കൈയും പിടിച്ച് നടന്നോലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ കുഞ്ഞുമണിയുടെ കളിപ്പാട്ടവും മൊട്ടായും ഒക്കെ വല്യേട്ടൻ കുട്ടാപ്പൂനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അതെ തിന്നെ തിന്നെ തിന്നെ. ഞാന്റെ കുട്ടാപ്പൂണ്ടല്ലോ ഓറഞ്ച് വരുന്നോന്ന് നോക്കി ഇരിക്കുവാണേ. അയ്യോടാ, അതെങ്ങനെ അറിഞ്ഞു കുട്ടാപ്പൂ? അത് കുഞ്ഞുമണി പറഞ്ഞു. എങ്ങനെ? ഫോൺ വിളിച്ചങ്ങ് പറഞ്ഞു. ഓ, രണ്ടുപേർക്കും ഇപ്പോഴേ ഫോണൊക്കെ ഉണ്ടോ? ഓ, ടെക്നോളജിയുടെ ഒരു പോക്കേ. ആരുടെ വാക്കാ? ശാസ്ത്രത്തിന്റെ. എന്നതാ ശാസ്താവോ? ഒന്നുമില്ല. ഓറഞ്ച് കഴിക്കട്ടെ. നല്ല ഓറഞ്ചാ. അതെ, കുട്ടാപ്പൂന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കുഞ്ഞാണി, അതെ കുട്ടാപ്പൂനെ ഓറഞ്ച് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചാവേ. ചോദിച്ചാ അതെ കുട്ടാപ്പൂേ, എടാ മോനെ, ഇതേ കുഞ്ഞുമണിയുടെ അമ്മയാണേ. മോന് ഓറഞ്ച് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇനിണ്ടാവേ. കുട്ടാപ്പൂനെ ഓറഞ്ച് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ കുഞ്ഞ്, നിന്റെ മനസ്സിലുള്ളതിന്റെ
100-ൽ 1 നന്മ ഇല്ലാതായി പോയല്ലോ. ഒരുപാട് ബുദ്ധിയുള്ള മറ്റുള്ളവർക്ക്. ആ എന്നെയും വെല്ലുവിളിച്ചിട്ട് അവൻ പോയത്. അവനിപ്പോ രണ്ടും കൽപ്പിച്ച മട്ട. നടു റോഡിൽ വെച്ച് എന്റെ കരണം അടിച്ചു പൊട്ടിക്കുന്നു. സഞ്ജുവും കൂട്ടരും അവന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് ആ പാവത്തിന് അറിയത്തില്ലല്ലോ. വെച്ചോ, ഞാൻ വിളിക്കാം. അത് ശരി, അമ്മ ഇരുട്ടത്ത് അവിടെ പോയി നിന്ന് കരയുമായിരുന്നു. ഞാൻ എവിടെ പോവാനാ മോളെ? അച്ചോട്ടന്റെ അടുത്തിരിക്കുമ്പോ ഇത്തിരി ആശ്വാസം കിട്ടും. എന്റെ അമ്മേ, ഈ അസ്ഥിത്തറയിൽ ആത്മാവ് കുടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസം മാത്രമാ. ആത്മാവെന്താ ഒരു കുഞ്ഞു കോൺക്രീറ്റ് അറയിൽ കയറി ഇരിക്കുമല്ലേ? ചുമ്മാ ഓരോരോ ആചാരങ്ങളും വിശ്വാസങ്ങളും. അയ്യോ, അങ്ങനല്ല മോളെ. അച്ചോട്ടൻ എവിടെയുണ്ട്? ഈ വീടിന്റെ ഓരോ കോണിലും ഉണ്ട്. അച്ചോട്ടന്റെ സാമീപ്യം എനിക്കറിഞ്ഞൂടെ. അമ്മ ചുമ്മാതിരെ, ഒക്കെ അമ്മയുടെ മനസ്സിന്റെ തോന്നലുകളാ. അല്ല കലമോളെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ കാണുന്നതാ അച്ചോട്ടനെ. കുറച്ചു ദിവസമായിട്ട് അച്ചോട്ടൻ എപ്പോഴും ഈ വീട്ടിലുണ്ട്. എപ്പോഴും എന്റെ അടുത്ത് വരും. ഏയ് ചുമ്മാ. അല്ല കലമോളെ, മോളൊന്ന് ശ്രദ്ധിച്ചിരുന്ന പിടികിട്ടും അച്ചോട്ടന്റെ മോണം. ഒന്ന് ശ്രദ്ധിച്ച് ചുറ്റിലും നോക്കിയാൽ കാണാൻ പറ്റും അച്ചോട്ടനെ. എന്തോ ഒരാപത്ത് വരുന്നുണ്ട്. അതിന്റെ മുന്നറിയിപ്പ് തരാനാ അച്ചോട്ടൻ എൻ്റെ ഒപ്പം നിൽക്കുന്നത്. എന്നതാണോ ഈശ്വര? ഇന്ദുടത്തി എന്തെടുക്കുമായിരുന്നു പുറത്ത്? അതും ഈ രാത്രിയില്. ഓ, ഞാൻ അല്പം വെള്ളം കോരി വെക്കായിരുന്നു. എന്റെ അമ്മേ, വെള്ളം കോരി വെക്കാൻ പോയെന്നോ? അതും ഈ രാത്രിയില്? അതും ഇവിടുത്തെ കിണറ്റീന്ന്? എന്താ കലേ? അപ്പോ ഇന്ദുടത്തിക്കൊന്നും അറിയത്തില്ലേ ഈ കിണറ്റില് വീണ? ഓ, ചന്ദ്രേട്ടന്റെ അച്ഛൻ മരിച്ചത് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ കലമോളെ? ആ, എന്നാ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഒരിക്കൽ ഞാൻ അങ്ങേരെ കണ്ട് പേടിച്ച കാര്യം. ആ, പറഞ്ഞിരുന്നു. അല്ല, അന്ന് കല എന്തിനാ രാത്രി പുറത്തു പോയത്? അത് അത് ആ മനസ്സിന്റെ സീതയുടെയും രഹസ്യബന്ധം കണ്ടുപിടിക്കാൻ. അന്ന് രാത്രി പ്രേതത്തെ കണ്ട് പേടിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടിന്റെയും കള്ളക്കളി ഞാൻ പൊളിച്ചേനെ. അല്ല, പിന്നെ കണ്ടിട്ടുണ്ടോ ചന്ദ്രേട്ടന്റെ അച്ഛനെ? ആ, ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ശ്വാസം മുട്ടിച്ച് എന്നെ കൊല്ലാൻ നോക്കി. അതിന്റെ പിറ്റേന്ന് എന്റെ അമ്മ ഇവിടെ പറന്നു വന്നു. അങ്ങേരെ ആവാഹിച്ച് കടലിൽ ഒഴുക്കാൻ 1,00,000 രൂപയുടെ പൂജയാ നടത്തിയത്. എന്നിട്ടെന്താ, കുട്ടിമണി നശിച്ചുള്ളത് മുടക്കി. കലയോടെന്താ ഇവിടുത്തെ അച്ഛൻ ഇത്ര ദേഷ്യം? അത് ഞാൻ സീതയുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്നതിന്റെ പേരിൽ. കള്ളം കണ്ടുപിടിക്കുന്നതിന്റെ പേരിൽ ഇഷ്ടം ഉണ്ടാവുമല്ലേ വേണ്ടത്? മകൻ ചതിക്കപ്പെടുന്നതിൽ നിന്ന് കല രക്ഷിക്കുന്നതിൽ. ആ, അങ്ങനെ തന്നെ, അങ്ങനാ വരേണ്ടത്. പക്ഷേ ഇവിടെ കള്ളം പൊളിഞ്ഞ മനസ്സിച്ചും കുട്ടിമണി ഇട്ടിട്ടങ്ങ് പോകത്തില്ലയോ? പിന്നെ സീതയിടത്തേക്ക് അങ്ങേരെ കുട്ടിമണി തള്ളിയിട്ട് കൊന്നതാണെന്നുള്ള രഹസ്യവും അറിയാം. അത് പുറത്തു വന്ന കുട്ടിമണി ജയിലിലും ആവും. അപ്പൊ പ്രേതമാണെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നിന്നല്ലേ പറ്റൂ. അതാണ് അങ്ങേര് സീതയുടെ പക്ഷം പിടിച്ചത്. ദേ, ഇതിനു മുമ്പേ അമ്മ എന്നോട് പറയുമായിരുന്നു, സന്ധ്യ മയങ്ങിയ പിന്നെ അങ്ങേര് ഇവിടെയെല്ലാം കാണുന്നുണ്ടെന്ന്. 1-2 പ്രാവശ്യം എനിക്കും അത് ഫീൽ ചെയ്തായിരുന്നു. ദേ,
എന്തായാലും ഇന്ദുവേടത്തെ ഒന്ന് സൂക്ഷിക്കണം. ഞാനോ? ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നത്? എന്നോട് എന്തിനാ ഇവിടുത്തെ അച്ഛന് ദേഷ്യം? ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം ഇന്ദുവേടത്തോടായിരിക്കും. എന്തിന്? ഹ, കുട്ടിമണി എവിടുന്ന് ഇറക്കി വിട്ടില്ലേ? അത് ഞാനല്ലല്ലോ, ചന്ദ്രേട്ടനല്ലേ? ആ, എന്നാലും ഇന്ദുവേടത്തെ അത് തടഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പൊ സീതേടത്തിയോട് അങ്ങേർക്കിഷ്ടം കൂടുതലും ആയിരിക്കും. കുട്ടിമണിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടൊന്ന് നിർത്തിയില്ലേ? അങ്ങനെ നോക്കുമ്പോ സീതേടത്തിയുടെ ശത്രുവായ ഇന്ദുവേടത്തിയോട് ഇവിടുത്തെ അച്ഛൻ പ്രേതത്തിന് വൈരാഗ്യത്തിനുള്ള നല്ല സാധ്യത ഉണ്ട്. ചേടാ, അത് കൊള്ളാം. ഇവിടെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ, ജീവിച്ചിരിക്കുമ്പോ തന്നെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഇനങ്ങളാ ഇവിടെ ഉള്ള എല്ലാം. അതല്ലേ നരകത്തിൽ പോലും ഇടം കിട്ടാതെ അങ്ങേരിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ദുവേടത്തെ അസമയത്ത് പുറത്തൊന്നും ഇറങ്ങണ്ട. പകലാണെങ്കിലും ഒറ്റയ്ക്ക് ദേ ആ കിണറിന്റെ അടുത്ത് നിൽക്കാനൊന്നും പോകണ്ട. കലേ, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. അയ്യോ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറഞ്ഞത്. ദേ, വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ, അത് ഇന്ദുവേടത്തിന്റെ ഇഷ്ടം. എന്തെങ്കിലും സംഭവിച്ചിട്ട് നാളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അറിയാലോ, പ്രേതങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനും ശിക്ഷിക്കാനും ഒന്നുമുള്ള വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. അല്ല, മതി എവിടെ പോയിരുന്നു? ഞാൻ കരുതി. എന്ത് കരുതി? ഞാൻ നിങ്ങളെ ഇട്ടേച്ചു പോയെന്നോ? ഏയ്, അങ്ങനൊന്നും ഞാൻ ചിന്തിക്കില്ല. എനിക്കറിയത്തില്ലേ എന്റെ പൊൻ എന്നെ വിട്ടിട്ട് പോകത്തില്ലെന്ന്. അങ്ങനൊന്നും കരുതണ്ട. നിങ്ങളുടേതേ ഒരു പ്രൊബേഷണറി പീരീഡ് ആയിട്ട് കണക്ക് കൂട്ടിയാ മതി. ഞാൻ നോക്കുക നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുവോന്ന്. എന്നെ പൊന്നിങ്ങനെയൊന്നും പറയല്ലേ. രവിയേട്ടനിപ്പം മിടുക്കനായില്ലേ? പിന്നെ മിടുക്കൻ. ദേ, നിങ്ങളുടെ അച്ഛൻ പ്രേതം പിന്നെയും രാത്രി കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അമ്മ തന്നെ പറഞ്ഞത്. ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് നോക്ക്. ഇനി അയാളെങ്ങാനും വന്ന് എന്റെ മുമ്പിൽ പല്ലിളിച്ചോണ്ട് നിന്ന അതിന്റെ ബാക്കി നിങ്ങൾ അനുഭവിക്കും, പറഞ്ഞേക്കാം. എന്റെ പൊന്നെ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനി അങ്ങനെ പ്രേതക്കളിയും കൊണ്ട് പുറത്തു വന്നാ അന്നേരം ഞാൻ അതിന്റെ ബാക്കി നോക്കിക്കോളാം. മന്ത്രവാദി വിളിക്കാനൊന്നും ഞാൻ പോകത്തില്ല. ഞാൻ തന്നെ പിടിച്ചു കെട്ടും. അല്ല പിന്നെ. ഹലോ സഞ്ജു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ അങ്ങ് ചെയ്താ മതി. എടാ, ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റിയ സാഹചര്യം അല്ല. ഞാൻ നാളെ അങ്ങോട്ട് വിളിക്കാം. ശരി സഞ്ജു, ബൈ. അവനല്ലേ വിളിച്ചത്? ആ സഞ്ജു. ഞാൻ സഞ്ജു എന്നല്ലേ വിളിച്ചത്, അല്ലാതെ ശശിന്നൊന്നും അല്ലല്ലോ. അല്ല, ഈ രാത്രിയിലൊക്കെ അവനെന്തോ എത്ര സംസാരിക്കാനുള്ളത്? ഞങ്ങളെ കുടുംബക്കാരാ, പലതും സംസാരിക്കാൻ കാണും. അതിന് നിങ്ങൾക്കെന്താ? ദേ മതി, എന്നെ ഇങ്ങനെ അന്യനായിട്ട് കണ്ട് സംസാരിക്കുന്നത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ജെവിയേട്ടന്റെ ചില ചോദ്യങ്ങളാ എന്നെ കൊണ്ടിങ്ങനെ മറുപടി പറയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? മതിക്ക് അവനോട് സംസാരിക്കാൻ വയ്യാത്ത എന്ത് സാഹചര്യം ഇപ്പൊ ഇവിടെ ഉള്ളത്? ഞാൻ ഇവിടെ നിൽക്കുന്നതാണോ? അയ്യോ എന്റെ ബുദ്ധൂസേ, വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. നമ്മള് ഭാര്യയും ഭർത്താവും ഉറങ്ങാൻ കിടക്കുമ്പോ അവൻ വിളിച്ചെന്റെ ദേഷ്യം കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആണോ? പിന്നല്ലാതെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സംസാരിച്ച് വെറുതെ മുഷിയാൻ ഇട വരുത്തരുത് രവിയേട്ടാ. അറിയാലോ, നമ്മള് പിണങ്ങി പിരിയുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കാൻ കാത്തിരിക്കാൻ ഓരോരുത്തരും. അതറിയാൻ പൊന്നെ, രവിയേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഇപ്പോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയണ്ട രവിയേട്ടാ. എന്തായാലും സഞ്ജു ഞാനും തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല. അതോർത്ത് രവിയേട്ടൻ തല പുണ്ണാക്കേണ്ട കാര്യവും ഇല്ല. എനിക്ക് അറിഞ്ഞുകൂടെ എന്റെ പൊന്നിനെ. എന്നാലേ ആ ബെഡ്ഷീറ്റ് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് കുടഞ്ഞിരിക്കോ? ഇപ്പൊ നല്ലതായിട്ടല്ലേ പൊന്നെ ഞാൻ വിരിച്ചിട്ടേക്കുന്നേ? അല്ല, അവിടെ ഇവിടെ ചെറിയ ചുളുക്കുകളൊക്കെ ഉണ്ട്. ഒരു വട്ടം കൂടെ വിരിക്കാൻ രവിയേട്ടന് പറ്റത്തില്ലേ? ഒരു വട്ടമോ? എന്റെ പൊന്നു പറഞ്ഞ
ഇന്ന് വെളുക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്ന് ബെഡ്ഷീറ്റ് വിരിക്കും. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ കിടന്നുറങ്ങും മനുഷ്യ. ഓ പോരപ്പുറത്തോ? നിങ്ങളിതേ വലിയ ആത്മാർത്ഥതയൊന്നും പറയണ്ട. ഒരു തവണ കൂടി ആ ബെഡ്ഷീറ്റ് മര്യാദയ്ക്കൊന്ന് വിരിച്ചിട്ടാ മതി. ഓ ചെല്ല്. കഴിക്കൂട്ടു. ഈ കറിയുടെ മനോക്ക് വന്നിട്ട് എനിക്ക് ചേരാണ്ട് പോലെ മനുഷ്യ. കഴിച്ചേ ഇല്ലെങ്കിലേ കുഞ്ഞുമണി ക്ഷീണിക്കത്തില്ലേ? എനിക്ക് വേണ്ടാണ് ഞാൻ മനുഷ്യ. അതെന്നതാ? ഞാൻ എന്താന്നറിയത്തില്ല. പണ്ടേ എത്ര കഴിച്ചാലേ എനിക്ക് അങ്ങ് വിശപ്പായിരുന്നേ. പക്ഷെ ഇപ്പൊ എനിക്ക് അത്രയും വിശപ്പില്ല. ഇനിയിപ്പൊ അങ്ങനെ വിശപ്പ് വന്നാ തന്നെ ഈ ഭക്ഷണം കാണുമ്പോ ആടെ അങ്ങ് പോവാ. നമുക്കേ അടുത്ത ദിവസം തന്നെ പോയി ഏതെങ്കിലും ഡോക്ടറെ കാണാം. ഡോക്ടറെ കണ്ട വിശപ്പ് വരുമോ? എന്നാലേ നമുക്ക് ഏതെങ്കിലും ആശുപത്രി പോയി താമസിച്ചാ മനുഷ്യ. അന്നേരം ഒരുപാട് ഡോക്ടർമാരെ കാണുകയും ചെയ്യും. ഒത്തിരി വിശപ്പം വരും. ഒത്തിരി ഭക്ഷണം കഴിച്ചാ. ഡോക്ടർമാരുടെ മോന്ത കണ്ട വിശപ്പ് വരത്തില്ല. ഡോക്ടർമാരെ കാണുമ്പോ ഡോക്ടർ വിശപ്പ് വരാനുള്ള മരുന്ന് ടോണിക്ക് കുറിച്ച് തരും. വിശപ്പ് വരാനുള്ള മരുന്ന് ടോണിക്ക് കുറിച്ച് കൊടുത്താ എനിക്ക് എങ്ങനെ വിശപ്പ് വരാനാ? അതാ ഞാൻ പറഞ്ഞത്, ടോണിക്ക് കുറിച്ച് തരുമെന്ന്. അതല്ലേ ഞാൻ ചോദിച്ചത്. ടോണി എന്ന് പറയുന്നവന് ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുത്താ എനിക്ക് എങ്ങനെ വിശപ്പ് വരാനാ? അയ്യോ എന്റെ കുട്ടിമണി, ടോണിക്ക് എന്ന് പറയുന്നത് മരുന്നാ. അയ്യോ ആണോ? ഞാൻ കരുതിയേ ആ മുണ്ടൻ തരയിലെ ജോണിയുടെ അനിയൻ ടോണിയാണെന്ന്. ജോണിയും ടോണിയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൊത്തം അറിയാം. കുട്ടിമണി ഇതോടെ കഴിച്ചേ. അയ്യോ വേണ്ട മനുഷ്യ. ഇനിയിപ്പോ നമുക്ക് ഡോക്ടറെ കണ്ടാച്ചാൻ കഴിച്ചാ അല്ലേ? കഴിച്ചില്ലെങ്കിൽ കുഞ്ഞുമണിക്ക് ശക്തി കാണത്തില്ലെന്ന്. കുഞ്ഞുമണിക്ക് ശക്തി വേണ്ടേ? ബുദ്ധി വേണ്ടേ? സൗന്ദര്യം വേണ്ടേ? ശക്തി സൗന്ദര്യവും ഒന്നും എന്റെ അത്രയും വേണ്ട. പക്ഷേ എങ്കിൽ ബുദ്ധി വേണം. ബുദ്ധി. അതെന്താ ബുദ്ധിയുടെ കാര്യത്തിൽ മാത്രം ഇത്ര നിർബന്ധം? അതോ അതുന്നെ എനിക്ക് ബുദ്ധിയില്ലാന്നും പറഞ്ഞേ എല്ലാരും എന്നെ കളിയാക്കത്തില്ലായിരുന്നു. അന്നേരം എനിക്ക് ഒത്തിരി അങ്ങ് സങ്കടം വരുമായിരുന്നു. ആരും കാണാതെ ഞാൻ അന്നേരം കരയുമായിരുന്നു. കുഞ്ഞുമണിയെ ആരും അങ്ങനെ കളിയാക്കാനൊന്നും പാടില്ല. കുഞ്ഞുമണി കരയുന്നത് സങ്കടപ്പെടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. കുട്ടിമണിക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? മനസ്സിന്റെ കുട്ടുവിന് നല്ല ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലാത്തോണ്ടല്ലേ എന്നെ സ്കൂളിൽ ചേർക്കാതിരുന്നത്? അത് കുട്ടിമണിയുടെ അത്ര ബുദ്ധിയും വകതിരവും പോലും സ്കൂൾ നടത്തുന്നവർക്ക് ഇല്ലാഞ്ഞിട്ടാ. പിന്നെ പിന്നെ മനുഷ്യ ഇന്നെ ഷണ്ട മോലെ ഇവിടെ എല്ലാം എന്റെ അച്ഛയുടെ മനായിരുന്നേ. അച്ഛയുടെ മണോ? എന്റെ അച്ഛയുടെ മനം. ഇന്ന് എന്റെ അച്ഛയുടെ നല്ല മനം. നല്ല എണ്ണയുടെ മനം. എന്റെ അച്ഛ ഉണ്ടല്ലോ, എന്റെ അച്ഛ ചന്തയ്ക്ക് കണ്ടെത്തിന്ന് വരുമ്പോ നല്ല എണ്ണയൊക്കെ തേച്ചാ കുളിച്ചാറല്ലേ. വരുമ്പേ അച്ഛ കുറ്റുമണിയേ മോളെ എന്നങ്ങ് വിളിച്ചു. ഞാനപ്പോഴ് എണ്ണ കുപ്പിയും കൊണ്ട് അങ്ങ് ചെല്ലും. എന്നാൽ അമ്മ പറഞ്ഞായിരുന്നു അച്ഛയുടെ മനം വന്നാല് അച്ഛ വന്നു നാണെന്ന്. ചിലപ്പോ എന്നെ തിരക്ക് വന്നതായിരിക്കും അല്ലേ മനുഷ്യ? ആയിരിക്കും. നമ്മുടെ കുഞ്ഞുമണിയെ കാണാതെ പോയാലും മനുഷ്യൻ തിരക്കി പോകത്തില്ലേ മനുഷ്യ? പോവും. അപ്പോ എന്റെ അച്ഛ എന്നെ തിരക്കി വന്നതാ. അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛ എനിക്ക് എപ്പോഴും കാവലുണ്ടെന്ന്. സീതേടത്തി. സിജ, കുട്ടിമണി ഉറങ്ങിയോ? മയങ്ങിന്ന് പറയാം. ഭക്ഷണം കഴിച്ചോ കുട്ടിമണി? ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഏതൊരു പെണ്ണിനും ഈ ഒരു അവസ്ഥയിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഭർത്താവ് അടുത്തിരുത്തി നിർബന്ധിച്ച് ഊട്ടുക എന്നത്. സീതേടത്തിക്ക് സങ്കടം ഉണ്ടല്ലേ? എന്തിന്? ബാലേട്ടൻ അടുത്തില്ലാത്തതിൽ. അതിനെന്തിനു വിഷമിക്കണം? ഗർഭിണിയായിരിക്കെ ഭർത്താക്കന്മാർ മരിച്ചുപോയ എത്രയോ സ്ത്രീകളുണ്ട്. മരിച്ചുപോയതുപോലല്ലോ ജീവിച്ചിരിക്കുന്നത്.
ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ വേറെ ഇല്ലേ? പക്ഷേ കാരണമില്ലാതെ ഉപേക്ഷിക്കപ്പെടുക എന്നൊക്കെ വെച്ചാൽ സിജ, സംശയമാണ് ഏറ്റവും വലിയ വിഷയമെന്ന് കേട്ടിട്ടില്ല. സംശയത്തിന്റെ ഒരു തുള്ളിയെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സ് വീണ അത് പിന്നെ പൂർണ്ണമായും മാറില്ല. ഉത്തമ പുരുഷനായ ശ്രീരാമ ഭഗവാൻ പോലും ഭാര്യയായ സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിച്ചത് സംശയം കൊണ്ടാ, അതും ഗർഭിണിയായിരിക്കെ. സാക്ഷാൽ ഭഗവാന്റെ പത്നിയായിരുന്ന സീതയുടെ ഗതി ഇതായിരുന്നെങ്കിൽ ഈ പാവം മനുഷ്യസ്ത്രീയായ സീതയുടെ കാര്യം പറയാനുണ്ടോ? എന്നാലും ഇത്രയും സ്നേഹത്തിലായിരുന്നിട്ടും ബാലേട്ടന് സീതയെടുത്തിയെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോൾ അതങ്ങനെ സിജ. ലോകം മുഴുവനും കാണുന്ന കണ്ണുകൾ ഒരിക്കലും പരസ്പരം കാണാറില്ലെന്ന് കേട്ടിട്ടില്ലേ? എന്നെങ്കിലും ബാലേട്ടന് മനസ്സിലാകുന്നെങ്കിലാകട്ടെ. എന്നാലും ഈ അവസ്ഥയിൽ സീതയെടുത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാത്തിനും ഞാൻ കൂടി കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. സിജൻ ഒരു കാരണമായി വന്നില്ലായിരുന്നെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചേനെ. സിജൻ ഒരു നിമിത്തമായി എന്ന് മാത്രം. എന്നാലും എനിക്ക് ഓർക്കുമ്പോ ഒന്നും ഓർക്കണ്ട. കഴിഞ്ഞതൊക്കെ എനിക്കും സിജനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അതിനെയും ആരും അറിയണ്ട. ഒരിക്കലും മനസ്സിന്റെ ഒരിക്കലും തുറക്കാത്ത ഒരറയിൽ അത് അടച്ചു പൂട്ടിയേക്ക്. കുട്ടിമണിയെ സിജൻ സ്നേഹിച്ചു തുടങ്ങിയതോടെ സിജൻ എന്റെ മനസ്സിൽ എന്റെ സ്വന്തം അനിയനാ. സിജൻ ഇപ്പൊ കുട്ടിമണിക്ക് നൽകുന്ന സ്നേഹമാണ് ഈ ജന്മത്തിൽ സിജന് നൽകാവുന്ന ഏറ്റവും വലിയ കാര്യം. നകുലൻ ചേട്ടനെ കുട്ടിമണിക്ക് ഭയങ്കര പേടിയാ. ഇവിടുന്ന് പോണോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാ. എനിക്ക് മനസ്സിലായി, നകുലേട്ടൻ കുഴപ്പക്കാരനാ. എന്നാലും സിജനും കുട്ടിമണിയും പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. നാളെ ചിലപ്പോൾ എനിക്കൊരു ജോലി ശരിയായിരിക്കും. വിളിച്ചു പറയാന്നാ പറഞ്ഞേ. എവിടെ? സിറ്റിക്ക് അടുത്തുള്ളൊരു തടിമില്ല, അവിടുത്തെ ലോറി ഓടിക്കാനാ. ജോലി കിട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് കുട്ടിമണിയെ കൊണ്ട് അങ്ങോട്ട് മാറണം. തൽക്കാലം ജോലിക്ക് പോ. കുട്ടിമണിയെ കൊണ്ട് പോകുന്ന കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. സീതേ, കിടക്കുന്നില്ലേ? വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ഉറക്കം വന്നില്ല. ഞാൻ കിടക്കാൻ പോവാ സീതയെടുത്തി. ഞാൻ എന്തായാലും 10 മിനിറ്റ് കൂടി ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ടേ ഉള്ളൂ. ശരി. നീയും സിജനും കൂടി എന്തിനാ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരുന്നത്? രണ്ടുപേര് സംസാരിക്കുമ്പോ എങ്ങനെയാ ഒറ്റയ്ക്കാവുന്നത്? അതല്ല, നിങ്ങൾ മാത്രമായി. അതിനെന്താ? അല്ല, നകുലനോ വല്ലതും കണ്ടോണ്ട് വന്നാൽ എന്താ? നകുലേട്ടൻ എന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. നകുലേട്ടനോടെ നകുലേട്ടന്റെ കാര്യം നോക്കാൻ പറയും. നമുക്കങ്ങനെ അറുത്തു മുറിച്ച് അവനോട് പറയാൻ പറ്റുവോടി? ഇപ്പൊ തന്നെ മനസ്സിന് ആരാ, ഏതാ, എന്താ എന്നൊക്കെ അയലോക്കത്തെ ഓരോ പെണ്ണുങ്ങള് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചോദിച്ചരോടെ മനസ്സിന് എന്റെ അനിയനാന്ന് പറ. കുട്ടിമണി എന്റെ അനിയത്തി. അങ്ങനെ പറഞ്ഞ കേൾക്കുന്നവര് വിശ്വസിക്കുവോ? ബാലൻ ഇവിടെ വന്ന് ബഹളം വെച്ചതല്ലേ? വയലോരം വീട് ഒരുപാട് ദൂരത്തുമല്ല. കഥകളൊക്കെ ഓരോ ദിവസവും എല്ലാവരും അറിയുന്നുണ്ട്. ഞാനിപ്പോ എന്ത് വേണോന്ന് അമ്മ ഈ പറയുന്നേ? കുട്ടിമണി സിജനെ ഈ രാത്രി ഇവിടെ ഇറക്കി വിടണോ? എന്നല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സമൂഹം തെറ്റ് ചെയ്തവര് മാത്രം സമൂഹത്തെ പേടിച്ചാ മതി. തെറ്റ് ചെയ്യാത്തവർക്കേ ആരെയും പേടിക്കണ്ട. ഒരിടത്ത് ഒരു പാളിച്ചയും വരരുത്. ആരും നമ്മുടെ ആരുടെയും മുഖവും കാണരുത്. പിന്നെ നമുക്കിവിടെ വലിയ പിടിപാടുമില്ല, ഇവിടെ വലിയ പരിചയങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവിടെ നമ്മളെ കണ്ട ആരും ശ്രദ്ധിക്കും. ചിലപ്പോ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തെന്ന് വരും. അപ്പോ നമ്മളെ ആരെങ്കിലും ചോദ്യം ചെയ്താ എന്തു പറയും സഞ്ജു? ഈ രാത്രിയില് എവിടേക്ക് പോകണമെന്ന് പറയും? ആരെങ്കിലും ചോദിച്ചാ വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ ആളാണെന്ന് പറയണം. ഇതയാളുടെ ഭാര്യയുടെ നാടല്ലേ, പിന്നെ വലിയ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാകത്തില്ല. ആ, സാധനങ്ങളെല്ലാം എടുത്തല്ലോ? എല്ലാം ഉണ്ട്. നമ്മുടേതായിട്ടൊന്നും ഇവിടെയെങ്കിലും വീഴരുത്. ഇല്ല, 10 മിനിറ്റ് കൊണ്ട് പണി കഴിയണം. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയും വേണം. മനസ്സിലായോ? എല്ലാം സഞ്ജു പറഞ്ഞ പോലെ. എന്നാ വാ വാ, ശ്രദ്ധിച്ചു.
കുട്ടിമണി മോളെ, കുട്ടിമണി മോളെ, അയ്യോ എന്റെ മോളെ കുട്ടിമണി, അയ്യോ കുട്ടിമണി. എന്താ അമ്മേ, എന്തിനാ കിടന്ന് നിലവിളിച്ച്? എന്റെ കുട്ടിമണി, എന്റെ മോള്. കുട്ടിമണി അതിന് സീതയുടെ വീട്ടിലല്ലേ? അമ്മ എന്തിനാ ഇപ്പൊ കരഞ്ഞെന്ന് പറയും. മോളെ, ഞാനൊരു സ്വപ്നം കണ്ടു മോളെ, എന്റെ കുട്ടിമണിക്ക്. ആ, പണ്ടത്തെ അസുഖങ്ങളൊക്കെ പിന്നെയും പിന്നെയും ഓരോന്നായിട്ട് തിരിച്ചു വരിക. ദുസ്വപ്നം, രാത്രി ഇറങ്ങി നടക്കുക, രാത്രി അച്ഛൻ വന്ന് വിളിച്ചൊന്ന് പറച്ചില്. എന്തായാലും മറ്റുള്ളവരുടെ ഉറക്കം പോയേ. അതെ അതെ, അമ്മയ്ക്ക് ദൈവത്തെ വിളിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? അമ്മ എന്തിനാ എപ്പോഴും ഈ മക്കളെ പറ്റിയുള്ള ചിന്ത ആദ്യമായിട്ട് നടക്കുന്നത്? ഞാൻ എന്റെ മക്കളെ പറ്റി അല്ലാതെ പിന്നെ ആരെ ഓർക്കേണ്ടത് ബാല? അമ്മ മക്കളെ പറ്റിയൊക്കെ ഓർത്തോ? മക്കൾക്ക് നല്ലത് വരുന്നത് മാത്രം ഓർത്തോ? എന്തിനാ മക്കൾക്ക് ദോഷം വരുന്നത് ചിന്തിക്കുന്നേ? അതുകൊണ്ടല്ലേ മുതുപാതിരായ്ക്ക് നിലവിളിച്ചോണ്ട് എഴുന്നേക്കേണ്ടി വരുന്നേ? മക്കളെ കുറിച്ചുള്ള ആദ്യം പേടിയും കൊണ്ടാ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളായിട്ട് വരുന്നത്. ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ കുട്ടിമണി എവിടെ കൊണ്ടുവന്ന് നിർത്താൻ. ഈ മുതുപാതിരായ്ക്ക് ഇനി ആ വിഷയം ഇവിടെ സംസാരിക്കണ്ട. അമ്മ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ദൈവത്തെ വിളിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരണ്ടേ? കണ്ണടച്ച ഞാൻ കാണുന്നത് ഇതുപോലത്തെ ദുസ്വപ്നങ്ങളാ. രവേട്ട, ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നത് നന്നായിരിക്കും. ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ മനസ്സൊരു ഡിപ്രഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത്തരം ദുസ്വപ്നങ്ങളൊക്കെ. അത് നേരെ. ഈ പാതിരായ്ക്ക് അത് നടക്കത്തില്ലല്ലോ. തൽക്കാലം അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്കും. മക്കളെ കുട്ടിമണി, എന്റെ പൊന്നമ്മേ, ഞങ്ങളും അമ്മയുടെ മക്കള് തന്നെ. ഞങ്ങൾക്കും കുറച്ച് മനസമാധാനം ഉറക്കമൊക്കെ വേണം. അമ്മ ഒരു മോളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു ബാക്കിയുള്ളവരുടെ മൊത്തം മനസമാധാനം കളയരുതേ. കുട്ടിമണി ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ഒരെതിർപ്പുമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ മരുമകനെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടി കളയാനാണെങ്കിൽ അതിവിടെ നടക്കത്തില്ല. അമ്മ കിടന്നുറങ്ങ. എനിക്ക് രാവിലെ കമ്പനിയിൽ പോകേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാ ഞാൻ. അമ്മയ്ക്കത് അറിയാലോ. എന്നാ നിങ്ങൾ പൊയ്ക്കോ, പോയി കിടന്നു. ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞേ കിടക്കുന്നുള്ളൂ. അമ്മ എപ്പ കിടന്നാലും ശരി ഇതുപോലത്തെ സ്വപ്നങ്ങൾ ഇനി കാണാം. കണ്ടു ചുമ്മാ ബഹളം വെച്ച് മറ്റുള്ളവരെയും കൂടി വിളിച്ചുണർത്തി അവരുടെ ഉറക്കം കളഞ്ഞ് അവസാനം വരുമ്പോ എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണോ? അതുമല്ല. വായന്തു, അമ്മയെ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അമ്മയുടെ മനസ്സിന്റെ വിഷമം എനിക്കെന്റെ വീട്ടിന് മനസ്സിലാവും. അതെ അമ്മേ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ മുമ്പിൽ കുട്ടിമണി എവിടെ കൊണ്ടുവന്ന് നിർത്താനും എടുക്കാനൊന്നും ഒരു വഴിയുമില്ല. അമ്മ ബാലേട്ടന്റെയും ഇന്ദുവെടുത്തിയുടെയും മനസ്സ് മാറാൻ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അമ്മയുടെ ഈ ദുസ്വപ്നം കാണൽ തുടർന്നു കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഉറക്കം പോകുന്നതും തുടർന്നു കൊണ്ടേയിരിക്കും. അല്ലേ രവിയേട്ടാ? അല്ലേ രവിയേട്ടാ? അതെ അതെ. എന്നാ അമ്മ കിടന്നോ കേട്ടോ. രാവിലെ കാണാം. ശരി. ഞാനേ മനുഷ്യനോട് പറഞ്ഞായിരുന്നു ഇവിടെ എല്ലാം ശന്റെ മോലെ അച്ഛയുടെ മണം ഉണ്ടായിരുന്നു. എന്താ അച്ഛ വന്നേ? എന്നെ ഈ കുറ്റുമണിയെ കാണാൻ വന്നേ ആണോ? ആണോ? അച്ഛൻ മുറ്റത്തേക്കുവാണോ അച്ഛേ?
ഓ, എന്നാലേ ഞാനിപ്പോ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വരാവേ. ഏ? കേട്ടോ അച്ഛേ, ഞാനേ ഓട്ടേ ഉള്ളായിരുന്നേ എന്റെ അച്ഛൻ ഒന്ന് കാണണോന്ന്. കുഞ്ഞുമണിയോട് ഞാൻ പറഞ്ഞായിരുന്നു, കുഞ്ഞുമണി നിന്റെ മുത്തശ്ശൻ വരുന്ന്. അച്ഛൻ അവളോടും കൂടി ഒന്ന് വർത്താനം പറയണേ. ഈ കുഞ്ഞുമണി അവളുണ്ടല്ലോ ഭയങ്കര മിരിക്കുക, ഭയങ്കര മിരിക്കി. കുട്ടു 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 ഈശ്വര പുറത്തിറങ്ങിപ്പോയോ? കുട്ടു കുട്ടു ആ കുട്ടു ഛെ. കുട്ടു എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ വന്നു. ആരെ ഉണർന്നു തോന്നുന്നു. നമുക്ക് പോയാലോ? അല്പനേരം നോക്കിട്ട് പോകാം. മിണ്ടാതെ പോ കുട്ടി. മിണ്ടാതെ ഇവിടെ ഇരുന്നോ. എവിടെ പോവാ? മിണ്ടരുതല്ലേ പറഞ്ഞത്. എവിടെ പോവാന്? ഞാനിപ്പോ വരാം. ആരാടാ ഓടിക്കോടാ? ആരാടാ ആരാടാ അത്? എന്താ സിജ, എന്താ ഒരു ബഹളം കേട്ട്? ആരും രണ്ടുപേര്. രണ്ടുപേരോ? എവിടെ? വരാന്തയിൽ. ഞാൻ വന്നപ്പോഴേക്കും ഓടിപ്പോയി. ഈശ്വര, ആരായിരിക്കും അവര്? ആരായാലും ഈ രാത്രിയിൽ ഇവിടെ വന്നത് മിത്രങ്ങളല്ല. എന്നാലും ആരായിരിക്കും? എന്തായിരിക്കും അവരുടെ ലക്ഷ്യങ്ങൾ? ലക്ഷ്യങ്ങളും നല്ലതായിരിക്കത്തില്ല സീതേർത്തി. നല്ല ലക്ഷ്യങ്ങളുള്ളവർ ഇരുട്ടിന്റെ പതിപ്പ് തലവഴിയിട്ടുണ്ട് വരില്ലല്ലോ. അവർ പട്ടാപ്പകൽ നേർക്ക് നേരെ വരത്തുള്ളൂ. ആരെങ്കിലും ആട്ടെ, എന്തായാലും അവരെ ഓടിപ്പോയല്ലോ. നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? ഇതിനു മാത്രം സംസാരിക്കാൻ എന്തുവാ നിങ്ങൾക്ക്? സംസാരിക്കാൻ എണീറ്റ് വന്ന് നിന്നതല്ല, ഈ വീട്ടിലിപ്പോ ആരോ വന്നു. ഇങ്ങോട്ട് വന്നെന്നോ? ആര്? ആരാന്നൊന്നും അറിയത്തില്ല. സിജൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഓടിപ്പോയി. അത് കൊള്ളാലോ. എന്നിട്ടെന്താ സിജൻ നിന്നെ മാത്രം വിളിച്ചത്? വല്യണ്ണനെ കൂടി വിളിക്കായിരുന്നല്ലോ. അത് സിജൻ എന്നെ വിളിച്ചുണർത്തി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതൊന്നും അല്ല. അമ്മ ഇപ്പൊ ഉണർന്ന പോലെ ബഹളം കേട്ട് ഉണർന്നു വന്നതാ ഞാൻ. ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടാ ഉണർന്നെ. ഞാൻ ഓർക്കുകയും ചെയ്തു, ഷെടാ ഇതെന്തൊരു വർത്താനം പറച്ചിലാണെന്ന്. അമ്മ ഓരോ നോർക്കുകയും ചിന്തിക്കുകയൊന്നും വേണ്ട. ദേ മനസ്സിനെ കുട്ടിമണി വിളിക്കുന്നു. ഞാൻ കിടക്കുക സീതേർത്തി. എന്ത് വേണമെന്ന് നാളെ ആലോചിക്കാം. വന്ന് കിടക്കാൻ നോക്കിയേ. ഒന്നാമതെ വയറ്റ് കണ്ണിയാ നീ. മുതുപ്പാതിരായിക്ക് വിശേഷം പറയാനും കേൾക്കാനും വന്ന് നിൽക്കുന്നു. അമ്മയ്ക്ക് എന്താ ഒരു ഭാവമാറ്റം പെട്ടെന്ന്? ഭാവമാറ്റോ? എനിക്കോ? എന്തിന്? അതാ ഞാനും ചോദിച്ചത്. സന്ധ്യയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചതാ. മനസ്സിൽ എന്തെങ്കിലും അനാവശ്യ കരടോ പൊടിയോ വീണിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതങ്ങ് തൂത്ത് കളഞ്ഞേക്കണം കേട്ടോ. എന്തൊക്കെയുണ്ട് പൂക്കുടി മാമ വിശേഷങ്ങള്? സീത കൊച്ചിങ് വന്നല്ലേ? വന്നു. ഭർത്താവായ എന്ത് പ്രശ്നമാണെന്ന് കേട്ടു. ആര് പറഞ്ഞു? അത് ഭർത്താവായ എന്ത് പ്രശ്നമായിന്നോ, ആൾ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിന്നോ?
പ്രശ്നത്തിന് കാരണക്കാരനായവൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നൊക്കെ കേട്ടു. നിനക്ക് രാവിലെ വേറെ ഒരു കാര്യവും പറയാനില്ല. അല്ല, ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോ അത് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സ്ത്രീധനത്തിന്റെ പേരിൽ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന പെങ്ങൾ തിരിച്ചു പോയോ? എടാ, ആദ്യം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്ക്, അത് തീർക്ക്, എന്നിട്ട് നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെട്. കേട്ടോ? പൂക്കൊടി മാമ, നിനക്കിനി എന്നാ വേണം? എന്താ അറിയേണ്ടത്? എനിക്കൊന്നും അറിയണ്ട. അറിഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? അപ്പൊ മാമൻ കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു? ഇല്ല. നീ കാര്യം പറയടാ. അതെ, അവിടെ ചുവരിലെ മനസ്സിനെ സീതയും കുറിച്ച് പോസ്റ്റർ എഴുതി ഒട്ടിച്ചിരിക്കുക. നല്ല രസമായിട്ടുണ്ട്. ഉത്സവം കഴിഞ്ഞു പോയി പിള്ളേരെ ആദ്യം കണ്ടത്. നല്ല എഴുത്താ. എവിടെയാ? വാ, കാണിച്ചു തരാം. സംഗതി കൊള്ളാം കേട്ടോ. എന്തായാലും നല്ല വിവരമുള്ളവന്മാരെ എഴുതി ഒട്ടിച്ചേക്കുന്നത്. നല്ല സാഹിത്യം. എന്നാലും മിണ്ടാപ്പൂച്ചയെ പോലെ നടന്ന ആ പെണ്ണ് ഇപ്പൊ മിണ്ടാതെ നിൽക്കുന്നവരെയാ സൂക്ഷിക്കേണ്ടത്. ഇതാ നോക്ക്. ഇപ്പോ എങ്ങനെയുണ്ട്? കൊടിയെ കണ്ടില്ലേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഏതവനാ ജീവിക്കാൻ സമ്മതിക്കാത്തത്? ആൾക്കാർ പറയുമ്പോ ഏതവനാ ഈ വൃത്തിയോട് കാണിച്ചേക്കുന്നത്? ഇതാരാ ഇവിടെ എഴുതി ഒട്ടിച്ചതെന്ന്? നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്? ഇത് ആരോ കൊണ്ട് ഒട്ടിച്ചതാ. ഇന്നലെ ഉത്സവം കഴിഞ്ഞു പോയ പിള്ളേരാ കണ്ടത്. ഞങ്ങളാ എവനെ പറഞ്ഞ് നിങ്ങൾ അടുത്തോട്ട് വിട്ടത്.